ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി, അതായത് നമ്മൾ എറണാകുളം പോവാണ്. നമ്മുടെ ചേച്ചി അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. നമുക്ക് 12:30 ട്രെയിനിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ ഫുൾ സെറ്റായിട്ടുണ്ട്, ഇതേ ബാഗും. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം, ഇപ്പം തന്നെ ലേറ്റായി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴി കാണിക്കാം. ഓക്കെ. പെട്ടെന്ന് തന്നെ നമുക്ക് വളാഞ്ചേരി എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ഓട്ടോ വിളിച്ചു. നമ്മൾ ഓട്ടോറിക്ഷ കയറി നമ്മൾ വളാഞ്ചേരി സ്റ്റാൻഡിൽ പോകണം. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറ്റിപ്പുറത്ത് പോകണം. കുറ്റിപ്പുറത്ത് നിന്നാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് സ്റ്റാൻഡിൽ പോകാം. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോ ചേട്ടന് മുന്നേ തന്നെ വിളിച്ചുകൊണ്ട് ആൾ പെട്ടെന്ന് തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ് എടുക്കാറായിട്ടുണ്ടായിരുന്നു കുറ്റിപ്പുറത്തോട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൽ കയറി. പിന്നെ ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു, ടിക്കറ്റ് എടുക്കലും പ്ലാറ്റ്ഫോമിലേക്ക് ഓടലും എല്ലാം പെട്ടെന്നായിരുന്നു. കാരണം ട്രെയിൻ വരാൻ 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ബ്രിഡ്ജ് കയറി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഓടി. ഞാൻ മാത്രമാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ചേച്ചിനും അച്ഛനും ഞാൻ ഇവിടുന്ന് വേഗം പ്ലാറ്റ്ഫോമിലേക്ക് പറഞ്ഞയച്ചു. ട്രെയിൻ ഇവിടെ എത്താനായിട്ടുണ്ട്. അയ്യോ, ക്ഷീണിച്ചു പോയി. അതുപോലെ നമ്മൾ അവസാനം കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവസാനം നമുക്ക് നമ്മുടെ ട്രെയിനാണ് വിളിച്ച് പറയുന്നത്. നമ്മുടെ ട്രെയിൻ വരാറായി. ഇവിടെ എത്തട്ടെ, നമുക്ക് കയറാം. ഇത് ഇവിടെയൊക്കെ കാലിയായി. നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമ്മളവിടെ പെടും. അതാണ് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമുക്ക് മിസ്സാവുമെന്ന് വിചാരിച്ച ട്രെയിനാണ്. അവസാനം നമ്മളൊന്ന് ഓടിയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് പോകുന്നത്. അപ്പോൾ തിരക്ക് ഊറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്കും അച്ഛനും ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചാലക്കുടി വരെ എങ്ങാണ്ട് നിന്നിട്ടുണ്ടായി. അങ്ങനെ ഒരു ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ്. കാരണം അത്രയ്ക്കും ആ ചേച്ചിയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെന്താ, പാലത്തിൻ്റെയൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. അപ്പോഴേക്കും പാതി ചത്തുണ്ടായിരുന്നു. പിന്നെ ആലുവ എത്തി ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടുന്ന് സ്റ്റാൻഡിലോട്ട് ബസ് കയറാൻ വേണ്ടി പോയി. പിന്നെ എടപ്പള്ളി എത്തി. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. നമ്മൾ എവിടെ എത്തി, എടപ്പള്ളി എത്തി. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ചെറിയൊരു പച്ചക്കറി കടയിലാണ് കേട്ടോ. ഇതാണ് കട. എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക്. ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോകും. ഓക്കെ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. അപ്പോൾ അവിടുത്തെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു മലപ്പുറം എന്നല്ല, കണ്ണൂർ തൊട്ടുള്ള ആൾക്കാർ ആ ട്രെയിനുണ്ട് തോന്നി. അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും ഓൾമോസ്റ്റ് ചത്ത്. ഞങ്ങൾ ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിലെത്തണം, ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് ഇരിക്കാൻ. അതിനാണ് പോകുന്നത്. ഗായ്സ്, ഞങ്ങളിത് വീടെത്തി. ഇപ്പോൾ വന്നുള്ളൂ. അവിടുന്ന് ഞാൻ പറഞ്ഞ 10 മിനിറ്റിനുണ്ടായിരുന്നു. അപ്പോൾ എത്തി, വീട്ടിൽ കയറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.